പള്ളിയുടെ വികാരിച്ചൻ മാത്യു അച്ഛൻ, മുളകരപേട് പള്ളിയുടെ വികാരിച്ചൻ ബഹുമാനപ്പെട്ട സുബിന കൂറ്റച്ചൻ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നല്ല വെട്ടമുണ്ട്. നിങ്ങളെയൊന്നും എനിക്ക് കാണത്തില്ലേലും നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വേൾഡ് സീഡ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? വേൾഡ് സീഡ് ബാങ്ക്. ഫെഡറൽ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? യൂണിയൻ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അല്ലേ? ബാങ്കിൽ സാധാരണ നമ്മൾ അങ്ങോട്ട് പൈസ ഇടും, തിരിച്ചെടുത്തുകൊണ്ട് പോരും. പക്ഷെ ഈ ബാങ്ക് അല്പം വ്യത്യാസമുള്ളതാണ്. ഈ ബാങ്കിൽ കുറേ കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആരും അത് പുറത്തെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ഈ വേൾഡ് സീഡ് ബാങ്ക് എന്ന് പറയുന്നത് നോർവേയിൽ നിന്നും അല്പം അകലെയായിട്ടുള്ള ഒരു ദ്വീപിൽ, സ്വാൾബാർഡ് അല്ലെങ്കിൽ ലോങ്ങിയ ബയൺ എന്ന് പറയുന്ന ഒരു ദ്വീപ്, ആ ദ്വീപിൽ 15 കിലോമീറ്റർ ആഴത്തിലേക്ക് കുഴിച്ചിട്ടുള്ള ഒരു ഗുഹ, ആ ഗുഹയുടെ പേരാണ് വേൾഡ് സീഡ് ബാങ്ക്. ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ലോകത്തിലുള്ള സസ്യങ്ങളുടെയും അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെയും ഒക്കെ വിത്തുകളാണ്. ലക്ഷക്കണക്കിന് പലതരങ്ങളിലുള്ള വിത്തുകൾ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അത് അറിയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഈ വിത്തുകളൊക്കെ സൂക്ഷിക്കാൻ കാരണം ഇനി ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ അത് ആണവ യുദ്ധമായിരിക്കും എന്ന് നമുക്കറിയാം. ഈ ദിവസങ്ങളിലൊക്കെ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതും അതുപോലെ ഇറാനിനുള്ള വലിയ പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ ഭയം എല്ലായിടത്തും എല്ലാവരും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അണുബോംബുകളെ കുറിച്ചാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു? ഒന്നാമത്തെ കാരണം, ഇനിയൊരു യുദ്ധമുണ്ടായാൽ, ഒരു ആണവ യുദ്ധമുണ്ടായാൽ ഈ ഭൂമിയിൽ ജീവജാലങ്ങളൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം ജീവജാലങ്ങൾ നശിച്ചു പോകും. അപ്പോൾ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുമായിരിക്കും. ചിലപ്പോൾ സ്പേസിൽ കുറച്ച് പേരുണ്ട്, മണ്ണിനടിയിൽ വലിയ ഷെൽട്ടറുകൾ ലോക രാജ്യങ്ങളുടെ വലിയ തലവന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കാം. ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവർക്ക് ഈ വിത്തുകളൊക്കെ എടുക്കാം, എന്നിട്ട് വീണ്ടും ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാം. നമ്മളൊക്കെ ഇവിടെ അന്നു വേണ്ടുന്ന ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഒക്കെ മാറ്റി ജീവിതം ഒന്ന് രണ്ട് അറ്റത്തു നിന്നും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ചില മനുഷ്യർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്നു. അതിന് കാരണമുണ്ട്. ഈ ലോകമൊട്ടും സുരക്ഷിതമാണ്. മനുഷ്യർ എത്രമാത്രം അഹങ്കരിച്ചാലും എത്രമാത്രം വളർന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ആരും സുരക്ഷിതരല്ല. നമ്മൾ ശ്വസിക്കുന്ന വായു എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായും മലിനമായി മാറാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, എപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ നശിച്ചു പോകാം. ഇങ്ങനെ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു ലോകത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമുക്കൊക്കെ സുരക്ഷിതമാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ നിത്യജീവൻ, നമ്മുടെ ആത്മാവ്. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ധനികനായ യുവാവ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോനോട് പറഞ്ഞു, കൽപ്പനകളൊക്കെ അനുസരിക്കണം. ധനികനായ യുവാവ് പറഞ്ഞു, കൽപ്പനകളൊക്കെ ഞാൻ ചെറുപ്പം മുതൽ അനുസരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ ഒരു ധനികനാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. ഈ യുവാവ് തല താഴ്ത്തി തിരിച്ചുപോയി എന്നാണ് വചനം പറയുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ഉറപ്പുള്ളതാക്കി സൂക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവും നിത്യജീവനും മാത്രമാണെങ്കിൽ, ഈ ധനികനായ യുവാവിനോട് ഈശോ പറഞ്ഞത് നമ്മളോടും ഈശോ ആവർത്തിക്കുന്നുണ്ട്, ഒന്നും കൂട്ടിവെക്കരുത്, എല്ലാം പങ്കുവയ്ക്കുക. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൂട്ടിവെക്കാനില്ലാത്തതിന് കാരണം, അല്ലെങ്കിൽ ഇല്ലായ്മകൾക്ക് കാരണം എന്ന് പറയുക, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മക്കളാൽ, മാതാപിതാക്കളാൽ, സഹോദരങ്ങളാൽ സമ്പന്നമാണ് എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? സമ്പത്ത് കൂട്ടിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ
കുടുംബം പയ്യെ പയ്യെ ചെറുതാക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകും, ഒറ്റയ്ക്ക് താമസിക്കാൻ ആരംഭിക്കും. നമുക്കൊക്കെ കുടുംബമുള്ളത് കൊണ്ടാണ് നമുക്കൊന്നും മിച്ചമില്ലാത്തത്, നമുക്ക് തോന്നിവാസം നടക്കാൻ പറ്റാത്തത്, ആരെങ്കിലുമൊക്കെ അന്വേഷിക്കാനുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല തിന്മകൾക്കും സ്ഥാനമില്ലാത്തത്. സ്നേഹമുള്ളവരെ, ഈ കാര്യം ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ കാരണം നമ്മുടെ ഇവിടെ ഒരു കുടുംബ സംഗമത്തിനാണ്. കുടുംബം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ, ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. കുടുംബത്തിലെ ജീവിതം വെച്ച് കഷ്ടപ്പാടാണെങ്കിലും കുടുംബത്തിൽ ജീവിച്ചാൽ നമുക്കൊക്കെ സ്വർഗത്തിൽ പോകാം. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചേ മതിയാവും, അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചേ മതിയാവും. സ്നേഹമുള്ളവരെ, ഈ കുടുംബങ്ങൾ ഇല്ലാത്തതിൻ്റെ വലിയ അപകടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ലോകം, ആ ലോകത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോകുന്ന നമ്മുടെ മക്കളും അവിടെ ആയിരുന്നവരൊക്കെ അറിയാം. കുടുംബങ്ങൾ അവർക്കില്ലാതായി കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ജോലി ചെയ്യാൻ ആളുകളില്ലാതായി, പഠിക്കാൻ കുഞ്ഞുങ്ങളില്ലാതായി, കുടുംബങ്ങളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ നാടുകൾ മറ്റ് ജനവിഭാഗങ്ങൾ കയറി ആ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങളാണ് കുടിയിറക്കവും അല്ലെങ്കിൽ വലിയ ആക്രമണങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുക. കുടുംബം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മുടെ രക്ഷയ്ക്ക് മാത്രമല്ല, ഭൗതികമായി പറഞ്ഞ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനും നമ്മൾ നന്മ ചെയ്യുന്നതിനും ഒക്കെ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുടുംബത്തിന്റെ സംരക്ഷണവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ മനുഷ്യൻ മാനസികമായിട്ട് പോലും തകർന്നു പോകുന്നുണ്ട്. പണ്ടൊന്നും ഇല്ലാത്ത ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ, ആരോടും ഒന്നും പങ്കുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വയം എല്ലാം ചുമന്നുകൊണ്ട് കടന്ന് മാനസിക രോഗികളാകുന്ന അവസ്ഥ, ജീവിതം ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥ. സ്നേഹമുള്ളവരെ, പങ്കുവയ്ക്കാനും സ്നേഹിക്കാനും കൂടെ നടക്കാനും കൂടെ കൊണ്ടുപോകുവാനും സമർപ്പിക്കാനും ബലിയർപ്പിക്കാനും ഒക്കെ നമുക്കുള്ളത് നമ്മുടെ കുടുംബങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസം ഈ കുടുംബ സംഗമത്തിൽ നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അടുത്ത തലമുറ കുടുംബങ്ങളുള്ളവരാവണം, കുഞ്ഞുങ്ങളുള്ളവരാവണം, വിവാഹം കഴിക്കണം, പരസ്പരം സ്നേഹിക്കുന്നവരാവണം, അയൽപ്പക്കക്കാരുമായി നല്ല ബന്ധമുള്ളവരാവണം. അതിന് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന തലമുറയാണ് നല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. മറ്റെല്ലാ സ്വപ്നങ്ങളും ഈ സ്വപ്നത്തോട് ചേർത്ത് വെച്ചിട്ടേ സ്വപ്നം കാണാൻ സാധിക്കാവൂ. കാരണം വലിയ ജീവിത സാഹചര്യങ്ങളും സുരക്ഷിതമായ താവങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ട് നമ്മുടെ മക്കൾ അകന്നകന്നു പോകുമ്പോൾ അവിടെ ചെന്നുപെടുന്നിടത്ത് പലപ്പോഴും ഈ കുടുംബത്തിന് യാതൊരു വിലയില്ലാത്ത സ്ഥലമാകും. വിവാഹ ജീവിതത്തിനോ ദൈവവിളികൾക്കോ ഒന്നും സ്ഥാനമില്ലാത്ത സ്ഥലങ്ങളിൽ ചേക്കേറി പാർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നീ ഓർമ്മകൾ പോലും ഇല്ലാതാവും. ജീവിതത്തിന്റെ സുരക്ഷിതത്വവും സന്തോഷവും ധനവും ഒക്കെ മാത്രം ലക്ഷ്യമാകുമ്പോൾ അവരുടെ നിത്യജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കുടുംബ കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഈ ദിവസം, കുടുംബസംഗമം, തിരുനാൾ ആഘോഷങ്ങളുടെ തുടക്കം, അത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. കാമാക്ഷി ഇടവകയെക്കുറിച്ചും ഇടവകയിലെ എല്ലാവരെ കുറിച്ചും ഒക്കെ ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. തങ്കമണിയിൽ ഞങ്ങളൊക്കെ തങ്കമണി സിറ്റിയിലുള്ള ഒരു വാർഡാണ്. ഒരു കരോള് വന്നാലോ അല്ലെങ്കിൽ കൂട്ടായ്മ അടിസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാം വന്നാലോ ഒക്കെ കാമാക്ഷിക്കാരാണ് ഏറ്റവും മിടുക്കരായിട്ടുള്ളത്. ഒരു പിരിവ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ പള്ളി കൊണ്ടേ കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും മുൻപന്തി. ഇപ്പോഴും അതിനേക്കാളും മെച്ചപ്പെട്ടു എന്നാണ് ഞാൻ കേൾക്കുന്നത്. കൂട്ടായ്മകളുടെയും അതുപോലെ സംഘടനകളുടെയും മാതൃവേദിയുടെ ആണെങ്കിലും മിഷൻ ലീഗിന്റെ ആണെങ്കിലും തിരുവാതിര സഖ്യത്തിൻ്റെയൊക്കെ ആണെങ്കിലും KCYM-ന്റെ ആണെങ്കിലും മത്സരങ്ങളിലൊക്കെ മുൻപന്തിയിൽ തന്നെയാണ് കാമാക്ഷി ഇടവക്കാർ. അതിന് കാരണം നമ്മുടെ കൂട്ടായ്മയാണ്, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ആ കുടുംബങ്ങൾക്ക് ദേവാലയവുമായിട്ടുള്ള വലിയ ബന്ധമാണ്. നമ്മളെ സ്നേഹിച്ച് നമ്മളെ കൊണ്ടുനടക്കുന്ന വികാരിശന്മാരുടെ നിർബന്ധ ബുദ്ധി പോലും സ്നേഹമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ എളിമയോടെ നിങ്ങളൊക്കെ ഒരേ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കാമാക്ഷി ഇടവകയ്ക്കും വികാരിയച്ഛനും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ തിരുനാൾ ഏറ്റവും അനുഗ്രഹമാവട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. നിങ്ങളുടെ വലിയ സ്വപ്നമായ ഒരു മനോഹരമായ ദേവാലയം അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ ഈ പരിപാടികൾ അത് ഏറ്റവും മനോഹരമാക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കലാപരിപാടികളൊക്കെ വളരെ സ്നേഹത്തോടെ ഒരുങ്ങി അവതരിപ്പിക്കുന്ന കുഞ്ഞുമക്കളെയും അവരെ ഒരുക്കിയവരെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും കൂട്ടായ്മ ലീഡേഴ്സിനെയും ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കൈക്കാരന്മാരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വികാരിയച്ഛന് സ്നേഹത്തോടെ
അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.